എല്ലാവർക്കും ഫൈൻഡെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ 109/2025 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിലെ മെയിൻസ് എക്സാമിന് ചോദിച്ച മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തായിരുന്നു. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യണേ. അപ്പോൾ നേരെ ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാടാ. ഫൈൻഡ് ദ നെയിം ഓഫ് ദ പാർട്ട് ഓഫ് സ്പീച്ച് ഗിവൻ ഇൻ ബോൾഡ് ഇൻ ദ ഗിവൻ സെൻറ്റൻസ് ഫ്രം ദ ഫോളോവിങ് ഓപ്ഷൻസ്. ഐ വിൽ നെവർ ഫോളോ യു. അതിൽ നെവർ അവരെന്താക്കി തന്നിട്ടുണ്ട്, ബോർഡ് ലെറ്ററിൽ തന്നിട്ടുണ്ട്. ഇങ്ങനെ ചോദിച്ചു, അത് അഡ്ജക്റ്റീവാണ് വരിക. നമുക്കറിയാം നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന, നൗണിനെ വർണ്ണിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന്. ഇവിടെ നെവർ എന്ന് വെച്ചാൽ അവിടെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ആയിട്ടൊന്നും തന്നെ പറയുന്നില്ല. അപ്പം നെവർ എന്തല്ല, അഡ്ജക്റ്റീവ് അല്ല. അടുത്ത് നോക്കി, ആഡ് വെർബ്. നമുക്കറിയാം വെർബിനെ മോഡിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ആഡ് വെർബ്. ഇവിടെ നോക്കി, ഐ വിൽ നെവർ ഫോളോ യു. ഞാൻ നിന്നെ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഫോളോ ചെയ്യില്ല. അപ്പോൾ ഇത് ആരെയും മോഡിഫൈ ചെയ്യുക, ഫോളോ ചെയ്യില്ല. അപ്പോൾ വെർബിനെ എന്ത് ചെയ്യുക, മോഡിഫൈ ചെയ്യുക. അപ്പോൾ കറക്റ്റ് ഉത്തരം എന്ത് വരിക, ഇവിടെ ആഡ് വെർബാണ് ഉത്തരം വരിക. അതെന്താ ചെയ്യുക, വെർബിനെ മോഡിഫൈ വെർബ്. അടുത്ത ഓപ്ഷൻ നോക്കട്ടെ, കൺജങ്ഷൻ. നമുക്കറിയാം കൺജങ്ഷൻ എന്താ ചെയ്യുക, അത് ലിങ്ക് ചെയ്യുക. ഒന്നല്ലേ രണ്ട് വേർഡുകൾ, അല്ലെങ്കിൽ രണ്ട് ഫ്രൈസുകൾ, അല്ലെങ്കിൽ രണ്ട് ക്ലോസുകൾ. ഇപ്പോൾ ആൻഡ്, ബട്ട്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, ഈ പറഞ്ഞ കൺജങ്ഷന് എക്സാമ്പിൾ. നമുക്ക് നേരെ അടുത്ത ദിവസത്തിലേക്ക് പോവാം. അടുത്ത ദിവസം നോക്കിയാടാ. കറക്റ്റ് ദ ഗിവൻ സെൻറ്റൻസ് ബൈ ചൂസിങ് ദ സ്യൂട്ടബിൾ വെർബ് ഫോം ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. ദ ഗേൾസ് ആൻഡ് ബോയ്സ് ഓഫ് ക്ലാസ് 5 who have registered for the study tour have requesting for leave since yesterday. എന്താ അതിൻ്റെ അർത്ഥം? അവർ ഈ 5ാം ക്ലാസ്സിലെ ടൂർ പോകണം ഗേൾസിനും ബോയ്സിനും ഇന്നലെ തൊട്ട് തന്നെ അല്ലെങ്കിൽ തലേ ദിവസം തൊട്ട് തന്നെ അവർക്ക് എന്ത് വേണം, ലീവ് വേണം എന്ന് പറഞ്ഞിട്ട് അവർ എന്ത് പറഞ്ഞു, അപേക്ഷ വെച്ചു. അപ്പോൾ അവർ അഭ്യർത്ഥിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കുറച്ച് കീ വേർഡുകളുണ്ട്. ആരൊക്കെയാണ്? സിൻസ്. ഞാൻ ആദ്യം എഴുതി സിൻസ്. മുതൽ, ഇന്നലെ മുതൽ കാണിക്കാൻ വേണ്ടി അവർ അവിടെ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, സിൻസ്. നമുക്കിതിൽ ഇനി ഏത് ടെൻസാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. ഏത് ടെൻസാണ് യൂസ് ചെയ്യേണ്ടത്? ഇവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം ലൈൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇന്നലെ മുതൽ അവർക്ക് എന്ത് വേണം, ലീവ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അപേക്ഷ വെക്കണം അല്ലെങ്കിൽ അഭ്യർത്ഥിക്കണം. അപ്പോൾ ഇന്നലെ മുതൽ, അപ്പോൾ ആ ഒരു ടൈം ലൈൻ തന്ന കാരണം തന്നെ ഇതെന്ത് ടെൻസ് വരിക, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ അതിൻ്റെ ഫോം നമുക്ക് അറിഞ്ഞിരിക്കണം. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോം നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താ വരിക നോക്കി, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഇനി ഇതിൽ തന്നെ നമുക്ക് ഹാസ് ഓർ ഹാവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹാസ് ആയിരിക്കും വരിക, ഹാവ് ആയിരിക്കും വരിക. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക. അപ്പോൾ ദി ഗേൾസ് ആൻഡ് ബോയ്സ് ഓഫ് ക്ലാസ് 5, ഗേൾസ് ആൻഡ് ബോയ്സ്. ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? നമുക്ക് കണ്ടാൽ അറിയാം, ആൺകുട്ടികളും പെൺകുട്ടികളും. പ്ലൂറലാണ്. പ്ലൂറൽ വന്നാൽ നമ്മൾ ആരെ ചേർക്കണം, ഹാസ് ചേർക്കണോ, ഹാവ് ചേർക്കണോ, ഹാവ് ചേർക്കണം. നമുക്കൊരു കാര്യം മനസ്സിലായി, ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഈ ഫോമിലുള്ള ഓപ്ഷൻ ഏത് മാത്രമേ ഉള്ളൂ നോക്കി, ഓപ്ഷൻ സി, ഹാവ് ബീൻ റിക്വസ്റ്റിംഗ്. ഓപ്ഷൻ സി ആണ് അപ്പോൾ ഉത്തരം വരെ. നമുക്ക് നേരെ അടുത്ത ദിവസത്തിലേക്ക് പോവാം. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ ഇതറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇഫ് ക്ലോസിൻ്റെ 3 കണ്ടീഷൻ ആദ്യം തന്നെ എഴുതിത്തരാം. ആദ്യം നോക്കി, ഫസ്റ്റ് കണ്ടീഷൻ ഇഫ് പ്ലസ് പ്രസൻറ്റ്, അതുപോലെ തന്നെ വിൽ പ്ലസ് V1. അടുത്ത സെക്കൻഡ് കണ്ടീഷൻ
സെക്കൻഡ് കണ്ടീഷൻ. ഇഫ് പ്ലസ് പാസ്റ്റ്, അതുപോലെ തന്നെ വുഡ് പ്ലസ് V1. അടുത്ത തേർഡ് കണ്ടീഷൻ, ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് E3 വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. നമുക്ക് ഇനി ഇത് ഓരോന്നും വായിക്കാം. ഇഫ് യു ഹാഡ് കം ഐ വുഡ് ഹാവ് ജോയിൻഡ്. കണ്ടാലറിയാം അത് ഏതാ, തേർഡ് കണ്ടീഷനാണ്. തേർഡ് കണ്ടീഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടി നോക്കി. ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇപ്പം തന്നെ കറക്റ്റ് സെൻറ്റൻസ് ഏയാന്ന് കിട്ടി. നമുക്ക് ബാക്കിയുള്ളതും കൂടെ നോക്കാം. ഐ വേർ എ ബേർഡ്. വേറെന്താ, പാസ്റ്റ്. ഐ വിൽ ഫ്ലൈ. പാസ്റ്റ് വരുമ്പോൾ എന്ത് വരണം, ഓക്കെ, സെക്കൻഡ് കണ്ടീഷനാണ്. ഇഫ് പ്ലസ് പാസ്റ്റാണ്. അപ്പോൾ വില്ലാണോ വരിക, അല്ല വുഡാണ് വരിക. അടുത്ത് നോക്കി, ഇഫ് യു സ്റ്റഡി യു വിൽ ബി പാസ്. ഇഫ് യു സ്റ്റഡി യു വിൽ ബി പാസ്ഡ്. ഇഫ് യു സ്റ്റഡി, സ്റ്റഡി എന്താ നോക്കി, പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനാണ് സ്റ്റഡി, പ്രസൻറ്റ് കണ്ടീഷനാണ്, ഫസ്റ്റ് കണ്ടീഷനാണ്. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്, യു വിൽ പാസ്, അത്രേ ആവശ്യമുള്ളൂ. പാസ്ഡിൻ്റെ ആവശ്യം, കൂടുതൽ മോഡിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത് തെറ്റാണ്. ഇഫ് യു വിൽ വർക്ക് ഐ വിൽ ഹാവ് പെയ്ഡ് യു വെൽ. ഇഫ് യു വിൽ വർക്ക് അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ഈ പറഞ്ഞ ഹെൽപ്പർ വെർബായിട്ടുള്ള വില്ലിൻ്റെ ആവശ്യമില്ല. ഇഫ് യു വർക്ക് ഐ വിൽ ഹാവ്, പിന്നെ അതുപോലെ തൊട്ടപ്പുറത്ത് ഹാവിൻ്റെ ആവശ്യമില്ല. ഹാവ് എപ്പോൾ മാത്രമേ വരുള്ളൂ, തേർഡ് കണ്ടീഷനിൽ മാത്രമേ വരുള്ളൂ. യു വിൽ വർക്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം ഫസ്റ്റ് കണ്ടീഷനിൽ എന്തിൻ്റെ ആവശ്യമില്ല, ഹാവിൻ്റെ ആവശ്യമില്ല. ഐ വിൽ പെയ്ഡ് യു വെൽ. അപ്പം അതോടുകൂടി ആ സെൻറ്റൻസ് കഴിഞ്ഞു. നമുക്ക് നേരെ അടുത്ത ദിവസത്തിലേക്ക് പോവാം. Fill in the blanks by using the corrective preposition from the options. He fought dash his life the whole day. ഫോട്ട്, അപ്പോൾ ഫൈറ്റിൻ്റെ പാസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫൈറ്റ് നോക്കാം. ഫൈറ്റ്, നമ്മളൊരു ഇഡിയം പഠിച്ചിട്ട് ഫൈറ്റ് ഫോർ. എന്താ പേര്, ഫൈറ്റ് ഫോർ. ഫൈറ്റ് ഫോർ എന്താ അതിൻ്റെ അർത്ഥം, സർവൈവൽ. എന്താ അതിൻ്റെ അർത്ഥം, സർവൈവൽ, അതിജീവിക്കുക. നോക്കിയാടാ, ഹി ഫൈറ്റ് ഫോർ ഹിസ് ലൈഫ് ദ ഹോൾ ഡേ. എന്ത് ചെയ്തു, അവൻ്റെ ദിവസം മുഴുവൻ അതിജീവിച്ചു. അപ്പോൾ ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് എന്ത് തന്നെയാണ്, ഫൈറ്റ് ഫോർ അല്ലെങ്കിൽ ഫോർട്ട് ഫോർ. അപ്പോൾ ഏത് വേണം യൂസ് ചെയ്യാൻ, ഫോർ വേണം യൂസ് ചെയ്യാൻ. നേരെ അടുത്ത ദിവസത്തിലേക്ക് പോവാം. യൂസ് ദ അപ്രോപ്രിയേറ്റ് കളക്റ്റീവ് നോൺ ഫ്രം ദ ഓപ്ഷൻസ് ടു കംപ്ലീറ്റ് ദ ഗിവൻ സെൻറ്റൻസ്. ഷീ ഫൗണ്ട് ഡാഷ് ഓഫ് ആരോസ് ഇൻസൈഡ് ദ ക്യാബിൻ. ക്യാബിൻ്റെ ഉള്ളിൽ അവൾ എന്തോ ആരോസ് കണ്ടുപിടിച്ചു, അവൾ കണ്ടു, ആരോസ് കണ്ടു. പാക്ക് ഓഫ് ആരോസ് ആണോ, അതിന് കൃത്യമായിട്ട് സ്യൂട്ടാവുന്ന വാക്ക് ക്യുവർ എന്ന് വരിക. കാരണം ക്യുവറിൻ്റെ അർത്ഥം ഇപ്പം തന്നെ പഠിക്കുക, ഗ്രൂപ്പ് ഓഫ് ആരോസ്. കറക്റ്റായിട്ട് സ്യൂട്ടാവുന്ന ഒരു വാക്ക് എടുത്ത് എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ക്യുവറിൻ്റെ അർത്ഥം എന്താ, ഗ്രൂപ്പ് ഓഫ് ആരോസ്. അപ്പം ഇവിടെ ഉത്തരം എന്താ വരിക, ഗ്രൂപ്പ് ഓഫ് ആരോസ് ക്യുവർ. ശരി, നേരെ അടുത്ത ദിവസത്തിലേക്ക് പോവാം. ദ സ്ട്രൈക്ക് എന്തെങ്കിലും സമരവും കാര്യങ്ങളൊക്കെ ഡാഷ്. നമുക്കതിന് ഓരോന്നിൻ്റെയും അർത്ഥവും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാം. ബ്രേക്ക് ഡൗൺ എന്തെങ്കിലും മെക്കാനിക്കലോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള തകരാറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബ്രേക്ക് ഡൗൺ എന്ന് വിളിക്കുക. പിന്നെ അതുപോലെ ലുക്കപ്പ്, എന്തെങ്കിലും കാര്യങ്ങളെ തിരയണതിനാണ് നമ്മൾ ലുക്കപ്പ് എന്ന് വിളിക്കുക. അതുപോലെ ഗോൺ ത്രൂ, നമ്മൾ എന്തെങ്കിലും അനുഭവിക്കുക അല്ലെങ്കിൽ പരിശോധിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൂർത്തിയാക്കുക ചെയ്യണതിനാണ് ഗോൺ ത്രൂ എന്ന് പറയുക. ലാസ്റ്റ് വൺ നോക്കി, കോൾഡ് ഓഫ്. എന്താ അതിൻ്റെ അർത്ഥം, റദ്ദാക്കുക. ദ സ്ട്രൈക്ക് വാസ് കോൾഡ് ഓഫ്. നമുക്ക് അർത്ഥമൊക്കെ എഴുതി വെക്കണം ആദ്യം. ബ്രോക്കൺ ഡൗൺ എന്ന് വെച്ചാൽ എന്താ അർത്ഥം പറഞ്ഞാൽ, മാനസിക മെക്കാനിക്കലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഓർ മാനസികമായിട്ടുള്ള തകരാറ്. അടുത്ത ലുക്ക്ഡ്, നമുക്കറിയാം സെർച്ച് അല്ലെങ്കിൽ തിരയുക. അടുത്ത നോക്കി,
ഗോൺ ത്രൂ എന്ന് വെച്ചാൽ അർത്ഥം നോക്കിയേ, എന്തെങ്കിലും അനുഭവിക്കുക, എന്തെങ്കിലും അനുഭവിക്കുക. കോൾഡ് ഓഫ് എന്ന് വെച്ചാൽ റദ്ദാക്കുക. ഇപ്പം ഇവിടെ അർത്ഥം സ്ട്രൈക്ക് വാസ് കോൾഡ് ഓഫ്. സ്ട്രൈക്ക് എന്ത് ചെയ്തു? റദ്ദാക്കി. നമുക്ക് നേരെ അടുത്ത ദിവസത്തിലേക്ക് പോവാം. ഷീ ഹാഡ് ടു ബൈറ്റ് ദ ബുള്ളറ്റ് ഡ്യൂറിങ് ഹെർ ട്രെയിനിങ് പീരീഡ്. ബൈറ്റ് ദ ബുള്ളറ്റ്, അതാണ് അവർ എന്ത് ചെയ്തേക്കണത്, ബോൾഡാക്കി വെച്ചേക്കുന്നത്, ബൈറ്റ് ദ ബുള്ളറ്റ്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ മീനിങ് ചെയ്ത് വയ്ക്കുക. ബൈറ്റ് ദ ബുള്ളറ്റ്, ബൈറ്റ് ദ ബുള്ളറ്റ്, ബൈറ്റ് ദ ബുള്ളറ്റ്. ബൈറ്റ് ദ ബുള്ളറ്റിൻ്റെ മീനിങ് ഒന്ന് നോക്കിയാണ്. ടു എൻഡ്യൂർ, endure painful, difficult, or unpleasant. നമുക്കിനി ഓപ്ഷൻസ് ഒന്ന് വായിക്കുക. അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ പെയിൻഫുള്ളോ ഡിഫിക്കൽട്ടോ അല്ലെങ്കിൽ അൺപ്ലസൻറ്റോ ആയിട്ടുള്ള സിറ്റുവേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബൈറ്റ് ദ ബുള്ളറ്റ് വിളിക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമ്മൾ ഇപ്പോൾ ഉത്തരമായിട്ട് എഴുതി എന്താ? അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ. അപ്പോൾ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ എ, അൺപ്ലസൻറ്റ്. എന്തെങ്കിലും വേദനാജനകമായിട്ടുള്ളോ ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ടായിട്ടുള്ളോ അല്ലെങ്കിൽ സന്തോഷമില്ലാത്തതായിട്ടുള്ള സാഹചര്യങ്ങളാണ് ബൈറ്റ് ദ ബുള്ളറ്റ് വെച്ച് സൂചിപ്പിക്കണം. നമുക്ക് നേരെ അടുത്ത ദിവസത്തിലേക്ക് പോകാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോവിങ്. ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൽ ഓരോ ആൾക്കാരെ എടുത്തിട്ട് മിസ്റ്റേക്കുകൾ നോക്കാം. അക്വൈൻറ്റൻസ്, അതിൽ ടി കഴിഞ്ഞിട്ട് ഏതാ വന്നേക്കണേ? ടി കഴിഞ്ഞിട്ട് ഇ ആണ് വന്നേക്കണേ. ടി നോക്കി, അക്വൈൻറ്റൻസ്, ടി ഇ. ഇത് ശരിയാണോ? ശരിയല്ല. ശരിയായിട്ടുള്ള വാക്കെന്താ വരിക? ടി എ വരണം. ഇനി അടുത്തതിലുള്ള മിസ്റ്റേക്ക് നോക്കിയാടാ, അവിടെ നോക്കിയാടാ, അവിടെയും ഇ തന്നെ കൊടുത്തേക്കണേ. ടി കഴിഞ്ഞിട്ട് ഇ ആ കൊടുത്തേക്കണേ. ടി കഴിഞ്ഞിട്ട് ഏതാ വേണ്ടേ? എ ആ വരണേ. അടുത്ത ഓപ്ഷൻ നോക്കിയാടാ, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അടുത്തുള്ള മിസ്റ്റേക്ക് എന്താ നോക്കിയേ? സി ഇല്ല, എ കഴിഞ്ഞ് സി ഒക്കെ വേണം, എ സി വേണം, ക്യൂ വേണം. അപ്പോൾ അതും തെറ്റാണ്, ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇതുപോലെ മലയാളവും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഏകദേശമുള്ള എല്ലാ സിലബസും നമ്മുടെ ചാനലിൽ കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന്, പിന്നെ അതുപോലെ നിങ്ങളുടെ ഫാമിലിയിൽ PSC പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ആയിട്ട് നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.